വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്മസിനോട് ബന്ധപ്പെടുത്തി ജർമ്മൻകാർ മെനഞ്ഞതാകുന്ന ഒരു കഥയുണ്ട്. യേശു പിറന്ന രാത്രിയിൽ സ്വർഗത്തിൽ ഒരു സംഗീത മേളം നടക്കുകയാണ്. മീഖായലിന്റെ നേതൃത്വത്തിലുള്ളതാകുന്ന സംഗീത വിരുന്നിൽ മാലാഖമാർ വിവിധങ്ങളാകുന്ന സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പാട്ടുകൾ പാടുകയാണ്. അതിലൊരു കൊച്ചു മാലാഖ സന്തോഷമൊന്നുമില്ലാതെ അവൾ പാട്ട് പാടാതെ അവൾ നിൽക്കുന്നു. മീഖായേൽ അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പാട്ട് പാടാത്തത്? അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും എന്നല്ലേ. എന്നാൽ ഭൂമിയിൽ സമാധാനമുണ്ടോ? അവിടെ സംഘർഷവും സംഘടനകളുമല്ലേ നടക്കുന്നത്. ഈ അവസ്ഥയിൽ ഈ പാട്ട് ആത്മാർത്ഥതയോടുകൂടെ എനിക്ക് പാടുവാൻ പറ്റുമോ? മനസ്സാക്ഷി വഞ്ചിച്ച് ഞാൻ പാടുകയില്ല. മിഖായേൽ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ പാടേണ്ട. നിന്നെ മറ്റൊരു ജോലി ഭരമേൽപ്പിക്കുകയാണ്. നീ ഭൂമിയിലേക്ക് ചെന്ന് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ സമാധാനത്തിനു വേണ്ടിയുള്ള തീവ്രമാകുന്ന ആഗ്രഹം അവിടെ ജ്വലിപ്പിക്കണം. മാലാഖ സമ്മതിച്ച് തൽക്ഷണം ഭൂമിയിലേക്ക് പറന്നെത്തി. സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ വാഞ്ചയുണ്ടാക്കുവാൻ മാലാഖ ഇന്നും അവിടെ പരിശ്രമങ്ങൾ തുടരുകയാണ്. ആധുനിക ശാസ്ത്രം, സാങ്കേതിക വിദ്യയും നൂതനമാകുന്ന പല കണ്ടുപിടുത്തങ്ങളും നടത്തിയെങ്കിലും, സങ്കീർണമാകുന്ന പല സാമഗ്രികളും കണ്ടുപിടിച്ചുവെങ്കിലും മനുഷ്യഹൃദയത്തിൽ ശാന്തി കൈവരുത്തുവാൻ പര്യാപ്തമായത് ഒന്നും തന്നെ ഇന്നും നിർമ്മിച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു ജീവിതം കർത്താവ് വാഗ്ദാനം ചെയ്തില്ല. രോഗവും ദുഃഖവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം, എന്നാൽ അവയുടെ ആധിക്യത്തിലും വറ്റിപ്പോകാത്ത ഒരു സമാധാനമാണ് ക്രിസ്തു നൽകുന്നത്. മാലാഖമാരുടെ സംഗീതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ ഭൂമിയിൽ സമാധാനമെന്നല്ല, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്നാണ്. സമ്പത്ത് കൊണ്ട് സമാധാനം കൈവരിക്കുന്നില്ല. ഭൗതിക വിജ്ഞാനം സമാധാനം നൽകുമെന്നും പറയുവാൻ നമ്മൾക്ക് സാധ്യമല്ല. സമാധാനത്തിന്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും വിശ്വാസം സമർപ്പിക്കുകയും ചെയ്യുന്നവന് ലഭിക്കുന്ന അനുഭവമാണ് യഥാർത്ഥ സമാധാനം. ഈ യാഥാർത്ഥ്യത്തോട് യെശയ്യാപ്രവാചകൻ വെളിപ്പെടുത്തുന്നത് യെശയ്യാപ്രവചനം 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതിനാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമാകുന്ന ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പേ. ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ആരാണ് ദൈവപ്രസാദമുള്ളവർ? ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യുന്നവരാണ്. അവർ മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായിരിക്കും. സകലത്തിലും ഒന്നാം സ്ഥാനം ദൈവത്തിന് അവർ നൽകുന്നവരായിരിക്കും. അവരുടെ സമസ്ത കാര്യങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ കാണുന്നു. ആരംഭവും അവസാനവും ദൈവത്തിൽ കൂടി ആയിരിക്കും. അവർ എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ ഹിതമറിയുവാനും അത് നിറവേറ്റുവാനും അവിടെ ഉത്സാഹിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957. നമ്പർ വീണ്ടും 988-022-1957.